എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ NSSനെ സഹായിച്ച് സർക്കാർ. ഭിന്നശേഷിക്കാർക്കായി അധ്യാപക പോസ്റ്റ് നീക്കിവെച്ചാൽ ആ സ്കൂളിലെ മറ്റ് അധ്യാപക തസ്തികകൾ സ്ഥിരപ്പെടുത്താമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ മറവിലാണ് സർക്കാർ നീക്കം. NSS മാനേജ്മെന്റ് സ്കൂളുകൾക്ക് അനുകൂലമായി സർക്കാർ ഉത്തരവിറക്കിയതിൽ പ്രതിഷേധവുമായി എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. 3% സീറ്റ് ഭിന്നശേഷിക്കാർക്ക് നീക്കിവച്ചാലേ എയ്ഡഡ് സ്കൂളിലെ അംഗീകാരമില്ലാത്ത അധ്യാപകരെ സ്ഥിരപ്പെടുത്തുവെന്നായിരുന്നു സർക്കാരിന്റെ മുൻ നിലപാട്. ഇത് കാരണം കഴിഞ്ഞ 5 വർഷമായി എയ്ഡഡ് അധ്യാപക നിയമനം അനിശ്ചിതത്വത്തിലായിരുന്നു. തടസ്സമായി കോടതി വിധി ഉണ്ടെന്ന ന്യായമായിരുന്നു ഇതുവരെ സർക്കാർ പറഞ്ഞിരുന്നത്. അനിശ്ചിതാവസ്ഥ സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് NSS മാനേജ്മെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത് അംഗീകരിച്ചാണ് ഭിന്നശേഷിക്കാർക്കായി അധ്യാപക പോസ്റ്റ് നീക്കിവച്ചാൽ ആ സ്കൂളിലെ മറ്റ് അധ്യാപക തസ്തികകൾ ക്രമപ്പെടുത്താമെന്ന് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ വിധി വളച്ചൊടിച്ചാണ് NSS മാനേജ്മെന്റിന് അനുകൂലമായി സർക്കാർ നീങ്ങിയത്. ഉത്തരവ് സാമൂഹ്യ നീതിയുടെ നിഷേധമാണെന്ന് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. സുപ്രീം കോടതി വിധി പറഞ്ഞ കേസ് NSS നൽകിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉത്തരവിറക്കിയതിന് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. ഈ വിധി സമാന പ്രശ്നങ്ങൾ നേരിടുന്ന മറ്റു സ്കൂളുകൾക്കും ബാധകമാണെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവിലുണ്ടായിട്ടും സർക്കാർ ഇത്തരത്തിൽ ഉത്തരവിറക്കിയത് ദുരൂഹമാണെന്നും അധ്യാപക സംഘടനകൾ ആരോപിച്ചു. സമാന ആവശ്യം മറ്റു മാനേജ്മെന്റുകളും ഉന്നയിച്ചിരിക്കെയാണ് ഒരു വിഭാഗത്തെ സഹായിക്കാനുള്ള സർക്കാർ നീക്കം. 24 തിരുവനന്തപുരം.